അവിട്ട നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി മറ്റാരുമല്ല, നിങ്ങളാണ്. മറ്റുള്ളവരോട് തോൽക്കാൻ നിങ്ങൾക്ക് പേടിയില്ല, പക്ഷെ സ്വന്തം കഴിവിൽ നിന്ന് പിന്നോട്ട് പോകാൻ മാത്രം നിങ്ങൾ തയ്യാറല്ല. എന്നിട്ടും ജൂലൈയിൽ ഒരു അവസരം കൈവിട്ടു, ഒരു തീരുമാനം വൈകി, ഒരു വിശ്വാസം തകർന്നു. ഇപ്പോൾ ഓഗസ്റ്റ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ പഴയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുമോ, അതോ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമോ? കാരണം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തന്നെ മാറാൻ സാധ്യതയുണ്ട്. അവിട്ട നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ചൊവ്വ, അതിദേവതകൾ, അഷ്ടവസുക്കൾ. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം ചെണ്ടയാണ്. അതിൻ്റെ അർത്ഥം സ്വന്തം സാന്നിധ്യം ലോകത്തെ അറിയിക്കുക. അവിട്ട നക്ഷത്രക്കാർ ഏത് സ്ഥലത്തും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരാണ്. നേതൃത്വം, ധൈര്യം, ഊർജം, കഠിനാധ്വാനം ഇവരുടെ ഏറ്റവും വലിയ ശക്തികളാണ്. ആൾക്കൂട്ടത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ആൾക്കൂട്ടത്തെ നയിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്, അഹങ്കാരമല്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന മനോഭാവം. അതുകൊണ്ട് പല അവസരങ്ങളും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ക്ഷീണിച്ചു പോകും. ഓഗസ്റ്റിൽ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഒരു നല്ല അവസരം നഷ്ടപ്പെടാം. ജൂലൈയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചു. ചിലർക്ക് ജോലി അമിത സമ്മർദ്ദം, ചിലർക്ക് ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത തടസ്സം, ചിലർക്ക് ഒരടുത്ത ബന്ധത്തിൽ അകലം. നിങ്ങൾ പുറത്ത് കാണിച്ചില്ല, പക്ഷെ ഉള്ളിൽ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, ഇനി എത്ര കാലം ഇങ്ങനെ? ഓഗസ്റ്റ് ഈ ചോദ്യത്തിന് മറുപടി നൽകുന്ന മാസമാണ്. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ നേതൃത്വ ശേഷി പരീക്ഷിക്കപ്പെടും. ഒരു പുതിയ പ്രോജക്റ്റ്, പുതിയ ടീം അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ചുമതലകൾ പങ്കുവയ്ക്കാൻ പഠിക്കുക. മാസത്തിൻ്റെ അവസാന ആഴ്ച പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ ജോലിയെക്കുറിച്ചുള്ള നല്ല വാർത്ത ചിലർക്കെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന അവിട്ട നക്ഷത്രക്കാർ ഈ മാസം വളർച്ചയുടെ വാതിലുകൾ തുറക്കാം. പുതിയ ക്ലയൻറ്റുകൾ, പുതിയ പങ്കാളിത്തം അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിലേക്ക് പ്രവേശനം, ഇവയിൽ ഏതെങ്കിലും സംഭവിക്കാം. പ്രത്യേകിച്ച് ടെക്നോളജി, കൺസ്ട്രക്ഷൻ, മീഡിയ, സ്പോർട്സ്, ഓൺലൈൻ ബിസിനസ് ഇവയിലുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം. പക്ഷെ ആവേശത്തിൽ വലിയ നിക്ഷേപം നടത്തരുത്. സാമ്പത്തികമായി ആദ്യ 2 ആഴ്ചക്കുള്ളിൽ ചില വലിയ ചെലവുകൾ വന്നേക്കാം, പക്ഷെ അതിനുശേഷം വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നു. പഴയൊരു സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാം. ഈ മാസം പണം സമ്പാദിക്കുന്നതിനേക്കാൾ പണം സൂക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ നൽകേണ്ടത്. പ്രണയത്തിൽ അവിട്ട നക്ഷത്രക്കാർ ആത്മാർത്ഥരാണ്, പക്ഷെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പലപ്പോഴും മടിക്കും. ജോലിയുടെയും ലക്ഷ്യങ്ങളുടെയും ഇടയിൽ പങ്കാളിയെ മറക്കാതിരിക്കുക. അങ്ങനെ പങ്കാളിയെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ, പങ്കാളിയെ തൊടാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുമ്പോഴും പങ്കാളി വേറൊരാളുടെ അഭയം പ്രാപിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വിവാഹിതരായവർ ചെറിയ കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കുക. സിംഗിൾ ആയവർ ജോലിയുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കൾ വഴിയോ ഒരു പുതിയ ബന്ധം തുടങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മാസം അഹങ്കാരത്തിന് പകരം ആത്മാർത്ഥത തിരഞ്ഞെടുക്കുക. കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കേൾക്കും, പക്ഷേ എല്ലാ തീരുമാനവും നിങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കരുത്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധിക്കുക. മാസ അവസാനത്തോടെ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്.